എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബോട്ടണിയുടെ ആദ്യത്തെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന്. ഫസ്റ്റ് ചാപ്റ്റർ ആയ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. ആദ്യത്തെ പെയർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ജോഡി, ആ ജോഡിയിലെ രണ്ട് വേർഡ്സ് ഉണ്ട്. അവ തമ്മിലുള്ള വേർഡ്സ് മീൻസ് രണ്ട് ടേംസ് ഉണ്ട്. അത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ തൊട്ട് താഴെയുള്ള പെയറിലെ ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഫസ്റ്റ് പെയർ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൾ ലിനേയസ്. അദ്ദേഹത്തോടൊപ്പം തന്നിരിക്കുന്ന ആ ഒരു ടേം എന്താ? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ കാൾ ലിനേയസും ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? കാൾ ലിനേയസ് ആണ്. അപ്പോൾ അതിന്റെ താഴെ തന്നിരിക്കുന്ന എന്താണ് ചോദ്യം? R.H. വിറ്റാക്കർ ഡാഷ്. അപ്പോൾ R.H. വിറ്റാക്കർ പ്രൊപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഏതാണ്? ആൻസർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. 2013 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലെ ഒന്നാമത്തെ ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളതും. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് എടുത്തു പറഞ്ഞിട്ടുള്ളതും. ക്ലാസിഫിക്കേഷനിൽ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് എടുത്തു പറഞ്ഞിട്ടുള്ളതും. ഇനി അതോടൊപ്പം തന്നെ അടുത്ത രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിറ്റാക്കർ ക്ലാസിഫൈഡ് ലിവിങ് ഓർഗാനിസംസ് ഇൻടു 5 കിങ്ഡം. R.H. വിറ്റാക്കർ എന്ത് ചെയ്തിട്ടുണ്ട്? ലിവിങ് ഓർഗാനിസങ്ങളെ 5 കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സർട്ടൈൻ ക്രൈറ്റീരിയ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ലിസ്റ്റ് ദ ക്രൈറ്റീരിയ. ചോദ്യം എന്താണ്? ലിസ്റ്റ് ദ ക്രൈറ്റീരിയ. ഏതെല്ലാം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയത്? അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. രണ്ട് പെയർ തന്നിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഡാഷ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ജോഡിയിലെ ടേംസ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക, രണ്ടാമത്തേത് ഫില്ല് ചെയ്യുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താണ്? കാൾ ലിനേയസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താണ്? കാൾ ലിനേയസ്. അതോടൊപ്പം തന്നിട്ടുള്ള എന്താണ്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ ലിനേയസ്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് അടുത്ത തന്നിരിക്കുന്ന എന്താണ്? R.H. വിറ്റാക്കർ. ഡാഷ്. ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാൾ ലിനേയസും ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? കാൾ ലിനേയസ് ആണ് എന്ത് പ്രൊപ്പോസ് ചെയ്യുന്നത്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്യുന്നത്. R.H. വിറ്റാക്കർ പ്രൊപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്നാണ് നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഏതാണ് R.H. വിറ്റാക്കർ പ്രൊപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ? നമുക്കറിയാം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ടോപ്പിക്കും അത് തന്നെയാണ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് എല്ലാം തരണം ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ R.H. വിറ്റാക്കർ പ്രൊപ്പോസ് ചെയ്തു. അതാണ് എന്ത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ.
5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ആ ഒരു രീതി അനുസരിച്ച്, അതായത് ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഓർഗാനിസങ്ങളെ എന്ത് ചെയ്തു? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഓക്കെ, അപ്പൊ ഇത് 5 കിങ്ഡങ്ങളാണ്. അങ്ങനെ 5 കിങ്ഡം അല്ലെങ്കിൽ 5 ഗ്രൂപ്പുകളായിട്ട് അദ്ദേഹം ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തു. അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് വിറ്റാക്കർ ക്ലാസിഫൈഡ് ലിവിംഗ് ഓർഗാനിസംസ് ഇൻടു 5 കിങ്ഡം. വിറ്റാക്കർ എന്ത് ചെയ്തിരിക്കുന്നു? ലിവിംഗ് ഓർഗാനിസങ്ങളെ 5 കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് നമ്മൾ പറഞ്ഞു അല്ലെ? കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അങ്ങനെ 5 കിങ്ഡങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഈ ക്ലാസിഫിക്കേഷൻ ചില പ്രത്യേക ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയ എന്ന് എഴുതാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയ? ഫസ്റ്റ് എന്തായിരുന്നു? സെൽ സ്ട്രക്ചർ. ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിരുന്നു എന്ത്? സെൽ സ്ട്രക്ചർ. അതായത് ഒരു ഓർഗാനിസത്തിന്റെ സെല്ല് പ്രോകാരിയോട്ട് ആണോ യൂക്യാരിയോട്ടിക് ആണോ, പ്രോകാരിയോട്ടിക് സെല്ലാണോ യൂക്യാരിയോട്ടിക് സെല്ലാണോ എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം ഫസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചു. എന്നിട്ടാണ് ആ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. അതാണ് പ്രോകാരിയോട്ടിക് ആണോ യൂക്യാരിയോട്ടിക് ആണോ, അതാണ് ഇവിടെ പറയുന്നത് സെൽ സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തത് എന്താണ്? താലസ് ഓർഗനൈസേഷൻ. താലസ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് എന്താണ്? സെൽ സ്ട്രക്ചർ. രണ്ടാമത്തത് താലസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബോഡി ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, and phylogenic relationship. ഓക്കെ, ഫൈലോജനിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഫൈലോജെനിറ്റിക്. ഓക്കെ, ഫൈലോജെനിറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇത്രയുമാണ് RH വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ അടിസ്ഥാന ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. അപ്പോൾ 2 മാർക്കിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 2 മാർക്കിനാണ് ചോദിക്കുന്നത് എങ്കിൽ ഈ 4 പോയിന്റ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. 4 പോയിന്റ് എങ്കിലും എഴുതിയിരിക്കണം. 1 മാർക്കിനാണെങ്കിൽ 2 പോയിന്റ് എഴുതിയാലും മതിയാവും. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ കിങ്ഡം ബേസ്ഡ് ഓൺ ക്ലൂസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ക്ലൂവിന്റെ അടിസ്ഥാനത്തിൽ, സൂചനയുടെ അടിസ്ഥാനത്തിൽ ഓർഗാനിസം ഏത് കിങ്ഡത്തിൽ പെടുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, എന്താണ് ക്ലൂ തന്നിരിക്കുന്നത്? ഓർഗാനിസംസ് ആർ യൂക്യാരിയോട്ടിക്. ഓർഗാനിസങ്ങൾ എങ്ങനെയാണ്? യൂക്യാരിയോട്ടിക് ആണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? their cell wall is made up of chitin. അവരുടെ സെൽ വാൾ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു? കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 2 ക്ലൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ക്ലൂവിന്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസം ഏത് ഗ്രൂപ്പിൽ പെടുന്നു അല്ലെങ്കിൽ ഏത് കിങ്ഡത്തിൽ പെടുന്നു എന്ന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2017 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ചോദ്യമാണ്. ഓക്കെ, വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്ന സൂചനകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് കിങ്ഡം ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. അതുപോലെ തന്നെ എന്തും പറഞ്ഞിട്ടുണ്ട്? കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെൽവാൾ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ വരുന്നത് എവിടെയാണ്? കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെൽവാൾ ഉള്ളത് എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കിങ്ഡം ഫഞ്ചൈ ആണ്. ഏതാണ്? കിങ്ഡം
ഫഞ്ചി. കിങ്ഡം ഫഞ്ചിയുടെ മാത്രം യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണിത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ആ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഓരോ കാറ്റഗറിയിലും വരുന്ന ഓർഗാനിസങ്ങളുടെ യുണീക്ക് ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ആ ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റുള്ള ഓർഗാനിസങ്ങളുടെയും കൂടി ആ ഒരു യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറയിൽ വരുന്നത് ഏത് ഓർഗാനിസങ്ങളാണ്? ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളുടെ പ്രത്യേകത എന്താ നമ്മൾ പഠിച്ചത്? ബാക്ടീരിയകളെല്ലാം ഏത് ടൈപ്പാണ്? പ്രോക്യാരിയോട്ടിക് ആണ്. ബാക്ടീരിയകളെല്ലാം എന്താണ്? പ്രോക്യാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. അതുപോലെ തന്നെ അവർ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്. പ്രോക്യാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളാണ്. അതാണ് ഫസ്റ്റ്. അടുത്തത് ഏതാണ്? രണ്ടാമത്തെ കിങ്ഡം ഏതാണ്? മൊനീറ കഴിഞ്ഞ് വരുന്ന ഏതാണ്? പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസങ്ങളും എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളാണ്. പക്ഷെ അവരെന്താണ്? യൂകാരിയോട്ടിക് ആണ്. ഓക്കെ, യൂണിസെല്ലുലാർ ആണ്. അതുപോലെ തന്നെ എന്താണ്? യൂകാരിയോട്ടിക് ഓർഗാനിസങ്ങളുമാണ്. ഇനി അടുത്ത വരുന്നതാണ് എന്ത്? ഫഞ്ചി. ഫഞ്ചി എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. എന്താണ് ഫഞ്ചി എന്ന് പറയുന്നത്? അവിടെ എന്താണ്? യൂകാരിയോട്ടിക് ആണ്. ഒപ്പം സെൽ വാൾ എങ്ങനെയാണ്? മെയ്ഡപ്പ് ഓഫ് കൈറ്റിൻ. കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെൽ വാൾ ആയിരിക്കും. ഇനി പ്ലാന്റ് വരികയാണെങ്കിൽ അവരും എന്താണ്? യൂകാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. അവരുടെ സെൽവാൾ എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതാണ്. സെൽവാൾ എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ആൻഡ് ദ ലാസ്റ്റ് ഏതാണ്? അനിമേലിയ. ഓക്കെ, അനിമേലിയ എങ്ങനെ വരുന്നു? യൂകാരിയോട്ടിക് ആണ്. കൂടാതെ സെൽവാൾ ഇവിടെ ഉണ്ടോ? ഇല്ല. സെൽവാൾ ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളാണ് ഇതിൽ വരുന്നത്? അനിമേലിയയിൽ വരുന്നത്. സെൽവാൾ ആബ്സെന്റ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതാണ് നമ്മുടെ എക്സാമിന് ഇപ്പൊ ചോദിച്ച ആ ഒരു ചോദ്യം, അതായത് എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യം. അപ്പൊ ഇത് മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കാം. അപ്പൊ അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നാലാമത്തെ ചോദ്യം ഇതാണ്. ഫിൽ അപ്പ് ദ സെക്കൻഡ് ബൈ ഒബ്സർവിംഗ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫസ്റ്റ്. രണ്ടാമത്തേത് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഒരു പെയർ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക? രണ്ടാമത്തേത് ഫില്ല് ചെയ്യുക. എന്താ അവിടെ തന്നിട്ടുള്ളത്? മൊനീറ എന്താണ്? പ്രോക്യാരിയോട്ട്. മൊനീറയുടെ ഒപ്പം തന്നിട്ടുള്ള എന്താണ്? പ്രോക്യാരിയോട്ട് ആണ്. എന്നിട്ട് പ്രൊട്ടിസ്റ്റ എന്താ തന്നിരിക്കുന്നത്? ഡാഷ്. അവിടെ എന്താ വരുന്നത്? യൂകാരിയോട്ട്. എന്താണ്? യൂകാരിയോട്ട്. പ്രൊട്ടിസ്റ്റയിൽ എന്താ വരുന്നത്? യൂകാരിയോട്ട് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസന്റ് ഇൻ പ്ലാന്റ്. പ്ലാന്റയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എങ്ങനെയാണ്? പ്രസന്റ് ആണ്. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? അതായത് ഡെഫിനറ്റ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതായത് പ്ലാന്റ് എന്താണ്? യൂകാരിയോട്ട് ആണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത തന്നിരിക്കുന്നത് എന്താ? ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ് ഇൻ ഡാഷ്. ആബ്സെന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന്. അതായത് ഡെഫിനറ്റ് ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ലാത്തത് ആർക്കാണ്? ഡെഫിനറ്റ് ആയിട്ട് ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അവരെ എന്തെന്ന് വിളിക്കും? പ്രോക്യാരിയോട്ട് എന്ന് വിളിക്കും, അല്ലേ?
അപ്പൊ പ്രോക്യാരിയോട്ടിൽ വരുന്ന ആരാണ്? മൊനീറയാണ്. അപ്പൊ ആൻസർ എന്ത് വരും? കിങ്ഡം മൊനീറ എന്ന് വരും. മനസ്സിലായോ? അപ്പൊ പ്ലാന്റ് ഇവിടെ എന്താ വരുന്നത്? മൊനീറ. ചില കുട്ടികൾ വായിക്കുമ്പം പ്ലാന്റ് ഇപ്പുറത്ത് അനിമേലിയ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസന്റ് ഇൻ പ്ലാന്റ്, ആബ്സെന്റ് ഇൻ അനിമേലിയ എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോകും. അപ്പൊ അതൊന്നും പാടില്ല, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് ആദ്യത്തെ 5 ചോദ്യങ്ങളുടെ അതിൽ 5 ചോദ്യങ്ങൾക്ക് താഴെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് 6ാമത്തെ ചോദ്യമാണ്, ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക, എന്നിട്ട് ബ്ലാങ്ക് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യുഗ്ലീന എവിടെ വരുന്നു? പ്രൊട്ടിസ്റ്റ. യുഗ്ലീന എവിടെ വരുന്നു? പ്രൊട്ടിസ്റ്റയിൽ വരുന്നു. മൈക്കോപ്ലാസ്മ എന്താണ്? മൈക്കോപ്ലാസ്മ ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്കോപ്ലാസ്മ എവിടെ വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ 2012 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ചോദ്യമാണ്. യുഗ്ലീന എവിടെയാണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്നു. മൈക്കോപ്ലാസ്മ എവിടെയാ വരുന്നത്? കിങ്ഡം മൊനീറയിലാണ് വരുന്നത്. എവിടെയാ വരുന്നത്? കിങ്ഡം മൊനീറ. അപ്പൊ ഇവിടെ എന്ത് ആൻസർ കൊടുക്കണം? കിങ്ഡം മൊനീറ എന്ന് ആൻസർ കൊടുക്കണം. ഓക്കെ, പിന്നീട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഫിഗർ വെച്ചിട്ടുള്ള ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് നെയിം ദ ഓർഗാനിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഫിഗർ തന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 യുഗ്ലീനയുടെ ഒരു ഫിഗർ ഉണ്ട് അല്ലേ? ആ യുഗ്ലീനയുടെ ഫിഗർ ആണ് അവരവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ 2020 മാർച്ച് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഓർഗാനിസങ്ങളുടെയൊക്കെ പിക്ചേഴ്സ് ഒക്കെ സൈഡിൽ തന്നിരിക്കുന്നതൊക്കെ നോട്ട് ചെയ്യുക. ഏത് ഓർഗാനിസം ആണ്, ഏത് കിങ്ഡത്തിൽ വരുന്നു എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അവിടെ യുഗ്ലീനയുടെ ഒരു പിക്ചർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. 2020 മാർച്ച് എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു. ക്ലിയർ? അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തതാണ്, വൈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബിക്കം ഇൻഅഡിക്വേറ്റ്. എങ്ങനെയാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പോരായ്മകൾ ഉള്ളതായി മാറിയത്? അല്ലെങ്കിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? കാൾ ലിനേയസ് ആണ്. എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കാൾ ലിനേയസ് ഓർഗാനിസങ്ങളെ 2 കിങ്ഡങ്ങളായിട്ട് തിരിച്ചു. കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റ്. കിങ്ഡം അനിമേലിയ ഇൻക്ലൂഡ് ഓൾ ആനിമൽസ്, കിങ്ഡം പ്ലാന്റ് ഇൻക്ലൂഡ് ഓൾ പ്ലാന്റ്സ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? അതില് ലിമിറ്റേഷനിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ദിസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എക്സ്ക്ലൂഡ് ഓർഗാനിസംസ് അതർ ദാൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും പ്ലാന്റ്സ്, ആനിമൽസ് എന്നീ 2 ഗ്രൂപ്പിൽ പെടാത്ത ഓർഗാനിസങ്ങളെ എന്ത് ചെയ്തു? എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. ഓക്കെ, എക്സ്ക്ലൂഡ് ഓർഗാനിസംസ് അതർ ദാൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ എന്നല്ലേ? അപ്പൊ അതില് എന്താണ്? പ്ലാന്റയിലും അനിമേലിയയിലും വരാത്ത ഓർഗാനിസങ്ങളെ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അത് അതിന്റെ ഒരു പോരായ്മയാണ്. രണ്ടാമത്തത്, ഇറ്റ് cannot distinguish whether the organism is prokaryote or eukaryote. എന്താണ്? prokaryote or eukaryote. ഓർഗാനിസം പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ എന്ന് നോക്കിയില്ല. അതായത്
പ്രൊകാരിയോട്ടിക് ഓർഗാനിസങ്ങളും യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളും എല്ലാം എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ തന്നെ വന്നു. അപ്പൊ അത് ശരിയായില്ല. അതുപോലെ തന്നെ ഇറ്റ് cannot distinguish unicellular and multicellular. യൂണിസെല്ലുലാർ ആൻഡ് ഇവിടെ ഓറല്ല ആൻഡ് കൊടുക്കുക കേട്ടോ, ആൻഡ് മൾട്ടി സെല്ലുലാർ. യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അതായത് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും എന്ത് ചെയ്യപ്പെട്ടു? ഒരേ ഗ്രൂപ്പിൽ തന്നെ വന്നു. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും എല്ലാം ഒരേ ഗ്രൂപ്പിൽ തന്നെ വന്നു. നെക്സ്റ്റ് അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇതെല്ലാം എന്താണ്? നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? എന്തൊക്കെയാണ്? എക്സ്ക്ലൂഡ് ഓർഗാനിസംസ് അതർ ദാൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, cannot distinguish prokaryote and eukaryote, unicellular and multicellular, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. കൂടാതെ പല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പിൽ തന്നെ വന്നു. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ തന്നെ പല സ്വഭാവങ്ങളുള്ള ഓർഗാനിസങ്ങൾ വരുന്നു. അതൊക്കെ എന്തിന്റെ ലിമിറ്റേഷൻ ആണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് R.H. വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനേക്കാൾ കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തുണ്ടായിരിക്കണം? കുറച്ച് മേന്മകൾ ഉണ്ടായിരിക്കണം, അല്ലെ? മെറിറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അടുത്ത ചോദ്യം നോക്കിയേ, 9ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? അവിടുന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ എന്താണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മേന്മകൾ എന്തൊക്കെയാണ്? പ്രൊപ്പോസ്ഡ് ബൈ R.H. വിറ്റാക്കർ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ മേന്മകളാണ് പറയുന്നത്. ഒന്നാമത്തേത്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾക്ക് അദ്ദേഹം പ്രത്യേകമായിട്ട് എന്തു കൊടുത്തു? ഒരു കിങ്ഡം തന്നെ കൊടുത്തു. അതാണ് കിങ്ഡം മൊനീറ. കണ്ടോ? കിങ്ഡം മൊനീറ, അതാണ് ഒന്നാമത്തെ മെറിറ്റ്. അതായത് കിങ്ഡം മൊനീറയിൽ വരുന്ന ബാക്ടീരിയകൾ മാത്രമാണ് എന്ത്? പ്രോക്യാരിയോട്ടിക്. ബാക്കിയുള്ള പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ അവിടെയെല്ലാം എന്താണ്? യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. അപ്പോ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസങ്ങളായ ബാക്ടീരിയകൾ പോലെയുള്ള ഓർഗാനിസങ്ങൾക്ക് പ്രത്യേകം കിങ്ഡം മൊനീറ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ അദ്ദേഹം കൊടുത്തു. അതെന്താണ്? അതിന്റെ ഒരു മെറിറ്റ് ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് പറഞ്ഞിരിക്കുന്നത്, യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളെ എടുത്താൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളിൽ ആരൊക്കെ വരും? പ്രൊട്ടിസ്റ്റ വരും, ഫഞ്ചൈ വരും, പ്ലാന്റേ വരും, അനിമേലിയ വരും. അതില് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അവിടെ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളാണ് വരുന്നത്. ബാക്കിയുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളെല്ലാം എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, അപ്പോ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളെ എല്ലാം അദ്ദേഹം ഏത് ഗ്രൂപ്പിലാക്കി? നമ്മുടെ പ്രൊട്ടിസ്റ്റ എന്ന ഗ്രൂപ്പിലാക്കി. എവിടെയാക്കി? പ്രൊട്ടിസ്റ്റ. അതാണ് അതിന്റെ രണ്ടാമത്തെ മെറിറ്റ്. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലായി. നെക്സ്റ്റ് അടുത്തതാണ് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈയുടെ പ്രത്യേകത എന്താ? കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെൽവാള്. എന്താണ്? കൈറ്റിൻ, അല്ലേ? കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെൽവാള്. അതുപോലെ തന്നെ അവരെന്താണ്? ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളാണ്. അപ്പൊ അവരെ എല്ലാം കൂടി കിങ്ഡം ഫഞ്ചൈയെ എല്ലാം കൂടി ഏത് ഗ്രൂപ്പിൽ കൊണ്ടുവന്നു? ഫംഗസുകളെ എല്ലാം കൂടി ഏത് ഗ്രൂപ്പിൽ കൊണ്ടുവന്നു? കിങ്ഡം ഫഞ്ചൈ എന്ന ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ ആണല്ലോ? കൂടാതെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? R.H. വിറ്റാക്കർ ആണ്.
അതായത് നമ്മുടെ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഏറ്റവും ലോവർ ഓർഗാനിസങ്ങളാണ് മൊനീറ, മൊനീറയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് പ്രൊട്ടിസ്റ്റ, പ്രൊട്ടിസ്റ്റയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ, അങ്ങനെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗാനിസങ്ങളുടെ ആ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് നടത്തിയത്, ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഓക്കെ, അപ്പൊ അതും എന്താണ്, ഒരു മെറിറ്റ് ആണ്. എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഓക്കെ, ഹി ക്ലാസിഫൈ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഏരിയയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് R.H. വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ടോട്ടലി ഈ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് മനസ്സിലാക്കി പഠിക്കുക. ആദ്യമായിട്ട് സയന്റിഫിക് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്ന ആരാണ്, അരിസ്റ്റോട്ടിലാണ്. നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ആദ്യത്തെ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടിലാണ്, മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഒന്നാമത്തേത്, ഫസ്റ്റ് സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് ആരാണ്, അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. അപ്പോ അതാണ് ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഇനി അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പോരായ്മകൾ ഉള്ളതായിരുന്നു. അതുകൊണ്ട് അതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ആര് കൊണ്ടുവന്നു, നമ്മുടെ കാൾ ലിനേയസ് കൊണ്ടുവന്നു. അതാണ് എന്ത്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആരാണ്, ലിനേയസ് ആണ്, കാൾ ലിനേയസ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഓർഗാനിസങ്ങളെ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ എന്നിങ്ങനെ തിരിച്ചു. അപ്പോൾ ഓൾ ആനിമൽസ് ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം പ്ലാന്റ്, all animals included in kingdom Animalia, all plants included in kingdom Plantae. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. പ്ലാന്റയിലും ആനിമേലിയയിലും വരാത്ത ഓർഗാനിസങ്ങളെ അതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വന്നു. അതുപോലെ തന്നെ എന്താണ്, യൂക്യാരിയോട്സും പ്രോക്യാരിയോട്സും ഒരേ ഗ്രൂപ്പിൽ തന്നെ വന്നു. ഓക്കെ, ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വന്നു. അതുപോലെ തന്നെ പല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസങ്ങളെല്ലാം ഒരേ ഗ്രൂപ്പിൽ വന്നു. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് എന്തിനുണ്ടായിരുന്നു, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതെല്ലാം മറികടന്നുകൊണ്ട് വന്ന അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്, വിറ്റാക്കർ ആണ്. R.H. വിറ്റാക്കർ ആണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അദ്ദേഹം ഓർഗാനിസങ്ങളെ 5 കിങ്ഡങ്ങളായിട്ട് തിരിച്ചു. ഏതൊക്കെയായിരുന്നു, കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ 5 കിങ്ഡങ്ങൾ. ഇനി ആദ്യത്തെ കിങ്ഡം മൊനീറ. മൊനീറയിൽ വരുന്നത് ആരാണ്, ബാക്ടീരിയകളാണ്. ആരാണ്, ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളുടെ പ്രത്യേകത എന്താ, അവരെങ്ങനെയാണ്, യൂണിസെല്ലുലാർ ആണ്, പ്രോക്യാരിയോട്ടിക് ആണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയിൽ വരുന്നത് ആരാണ്, നമ്മുടെ അടുത്ത യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളായിട്ടുള്ള അമീബ, പാരമീസിയം, യുഗ്ലീന, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, പ്രൊട്ടിസ്റ്റയിൽ വരുന്നത്. പ്രൊട്ടിസ്റ്റയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് യൂണിസെല്ലുലാർ ആണ്, പക്ഷേ അവരെന്താണ്, യൂക്യാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. ബാക്ടീരിയകൾ പ്രോക്യാരിയോട്ടിക് ആയിരുന്നു, എന്നാൽ പ്രൊട്ടിസ്റ്റ എന്താണ്, യൂക്യാരിയോട്ടിക് ആണ്. അടുത്തത് കിങ്ഡം ഫഞ്ചൈ. അവരും യൂക്യാരിയോട്ടിക് ആണ്, പക്ഷേ എന്താണ് പ്രത്യേകത, കൈറ്റിൻ സെൽവാൾ പ്രസന്റ്. ഓക്കെ, സെൽവാളില് എന്ത് ഉണ്ട്, കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെൽവാളാണ് അവരുടേത്. ഓക്കെ, പിന്നീടുള്ള അടുത്തയാണ് പ്ലാന്റ്. പ്ലാന്റയുടെ പ്രത്യേകത എങ്ങനെയുള്ള സെൽവാളാണ്, അവർ യൂക്യാരിയോട്ടിക് ആണ്. എങ്ങനെയുള്ള സെൽവാളാണ്, സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതാണ്.
ഓക്കെ, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസങ്ങളാണ് പ്ലാന്റ്സ്. പിന്നീട് അടുത്തതാണ് അനിമേലിയ. അവരെന്താണ്? അവര് യൂക്കാരിയോട്ടിക് ആണ്, പക്ഷെ അവർക്ക് എന്തില്ല? സെൽവാൾ ഇല്ല. സെൽവാൾ ആബ്സെന്റ്. ഓക്കെ, അപ്പൊ ഈ പ്രത്യേകതകൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. പേജ് നമ്പർ 17 ഒരു ടേബിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ടേബിൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതൊന്ന് ജസ്റ്റ് വായിച്ച് ക്ലിയർ ആക്കി വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു മെറിറ്റ്സ്? ഒന്നാമത്തേത് എന്താണ്? യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് ആയിട്ടുള്ള ബാക്ടീരിയകൾക്ക് മൊനീറ എന്ന് പറയുന്ന ഒരു കിങ്ഡം തന്നെ കൊടുത്തു. പിന്നെ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾക്ക് പ്രൊട്ടിസ്റ്റ എന്നൊരു കിങ്ഡം കൊടുത്തു. ഇനി യൂക്കാരിയോട്ടിക്കും കൂടാതെ കൈറ്റിനേഷ്യസ് സെൽവാളുള്ള ഓർഗാനിസങ്ങൾക്ക്, അതായത് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളാണ് അവർക്ക് ഏത് കിങ്ഡം കൊടുത്തു? കിങ്ഡം ഫഞ്ചൈ എന്നൊരു സെപ്പറേറ്റ് കിങ്ഡം കൊടുത്തു. കൂടാതെ ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ഒരു മാനദണ്ഡമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയുമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും നീറ്റായിട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. അത് അടുത്ത ടോപ്പിക്, അതായത് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന അടുത്ത ഭാഗമാണ്. ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചായിരുന്നു? കിങ്ഡം മൊനീറയെ കുറിച്ചായിരുന്നു അല്ലെ? കിങ്ഡം മൊനീറയിൽ വരുന്നത് ആരാണ്? ബാക്ടീരിയകളാണ് അല്ലെ? ആ ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠിക്കുന്ന ആ ഒരു പോർഷൻ ആണ് അടുത്തത്. അപ്പൊ അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേർഡ്സ് ഓഫ് ദ ഫസ്റ്റ് സെന്റൻസ് ആൻഡ് ഫിൽ ദ സെക്കൻഡ് വൺ. നേരത്തെ പോലെ തന്നെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആണ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആർക്കി ബാക്ടീരിയ ഗ്രോയിങ് ഇൻ സാൾട്ടി ഏരിയ. എന്താ പറഞ്ഞിരിക്കുന്നത്? സാൾട്ടി ഏരിയയിൽ ഗ്രോ ചെയ്യുന്ന ആർക്കി ബാക്ടീരിയ. ഏതാണ് ആർക്കി ബാക്ടീരിയ? എന്താ തന്നിരിക്കുന്നത്? ഹാലോഫൈൽസ് എന്നാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആർക്കി ബാക്ടീരിയ ഗ്രോയിങ് ഇൻ എവിടെയാണ്? ഹോട്ട് സ്പ്രിങ്. ചോദ്യം ഹോട്ട് സ്പ്രിങ് ആൻഡ് ഡാഷ് നമ്മൾ ആൻസർ ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർക്കി ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആർക്കി ബാക്ടീരിയകളെന്നും യു ബാക്ടീരിയകളെന്നും. ആർക്കി ബാക്ടീരിയകളുടെ പ്രത്യേകത എന്താ? അവര് നമ്മുടെ സാധാരണ കണ്ടീഷനിലൊന്നും അല്ല, എക്സ്ട്രീം ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടേറിയ കണ്ടീഷൻസിൽ കാണപ്പെടുന്നവരാണ് അല്ലെ? അപ്പോ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയകൾ. അവർ ഏത് കണ്ടീഷനിലാണോ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ ഗ്രോയിങ് ഇൻ സാൾട്ടി ഏരിയ. സാൾട്ടി ഏരിയയിൽ കാണുന്ന ആർക്കി ബാക്ടീരിയയെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹാലോഫൈൽസ്. അടുത്ത ഏരിയ ആണ് ഹോട്ട് സ്പ്രിങ്. ഹോട്ട് സ്പ്രിങ്ങിൽ വരുന്ന ബാക്ടീരിയകളെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? തെർമോ അസിഡോഫൈൽസ്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? തെർമോ അസിഡോഫൈൽസ്. ഓക്കെ, തെർമോ അസിഡോഫൈൽസ്. ഇനി ഇത് കൂടാതെ ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഏതായിരുന്നു? മാർഷി ഏരിയയിൽ കാണുന്നത് അല്ലെ? മാർഷി ഏരിയയിൽ കാണുന്നത് ഏതാണ്? മെത്തനോജൻസ്. മെത്തനോജൻസ് ആണ് എവിടെയുള്ളത്? മാർഷി ഏരിയയിലുള്ളത്. അപ്പൊ ഇതാണ് വേർഡ് പെയർ റിലേഷൻഷിപ്പിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അല്ലാതെ ചോദിക്കാവുന്ന എക്സ്ട്രാ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ തന്നെ അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ, ഇത് 2013 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ തന്നെ 2011 ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കിയേ. സാൾട്ടി ഏരിയ ഹാലോഫൈൽസ്, ബി ക്വസ്റ്റ്യൻ ആണ്. മാർഷി ഏരിയ, ഏതാണ് മാർഷി ഏരിയ? മെത്തനോജൻസ്. ഓക്കെ ആണല്ലോ, അത്രേ ഉള്ളൂ അത്. നെക്സ്റ്റ് അടുത്ത ചോദ്യം,
ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വിച്ച് among the following produce biogas from the dung of ruminant animals? ruminant animalsന്റെ അല്ലെങ്കിൽ അയവിറക്കുന്ന ജീവികളുടെ ഡങ്ങിൽ നിന്നും എന്താണ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ബാക്ടീരിയ? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു ബാക്ടീരിയയെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതേതാണ്? നമ്മുടെ മെഥനോജൻ ആണ്. ഓക്കെ, മാർഷി ഏരിയയിൽ കാണപ്പെടുന്ന മെഥനോജൻസിനാണ് ബയോഗ്യാസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഒരു കഴിവുള്ളത്. ഓക്കെ, അതും ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് നമ്മുടെ 2020 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അതാണ് 11ാമത്തെ ചോദ്യം. നെക്സ്റ്റ് അടുത്തയാണ് 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ബാക്ടീരിയകളെ കുറിച്ച് തന്നെയാണ്. അവിടെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെന്താണെന്നും. ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ നമ്പർ 12 പറഞ്ഞിരിക്കുന്നത് എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്ലാങ്ക് ഫിൽ ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബാസില്ലസ് ബാക്ടീരിയ. എന്താണ്? ബാസില്ലസ് എന്ന് തന്നിരിക്കുന്നു. എന്നിട്ട് അതിന്റെ നേരെ തന്നിട്ടുള്ള എന്താണ്? റോഡ് ഷേപ്പ് ആണ്. എന്താണ്? റോഡ് ഷേപ്പ്. ഓക്കെ, അടുത്ത തന്നിട്ടുള്ളതാണ് കോക്കസ് ബാക്ടീരിയ. കോക്കസ് എന്ന് തന്നിട്ട് ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2015 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ആ വർഷം മാത്രം ചോദിച്ചു എന്നല്ല, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഒരു ഇയർ പറയുന്നേ ഉള്ളൂ കേട്ടോ. പല എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാസില്ലസ് ഏത് ഷേപ്പാണ്? റോഡ് ഷേപ്പ്. കോക്കസ് ഏത് ഷേപ്പാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാക്ടീരിയകളെ അവയുടെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഒന്നാമത്തെയാണ് എന്ത്? ബാസില്ലസ്. അതിന്റെ ഷേപ്പ് എന്താണ്? റോഡ് ഷേപ്പ് ആണ്. ഇനി ഇത് കൂടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സ്പെറിക്കൽ ഷേപ്പിലുള്ള ബാക്ടീരിയ. അതാണ് ഏത്? കോക്കസ്. അപ്പൊ ഇവിടുത്തെ ഷേപ്പ് എന്താ വരുന്നത്? സ്പെറിക്കൽ. ഓക്കെ, അപ്പൊ റോഡ് ഷേപ്ഡ് എന്താണ്? ബാസില്ലസ്. സ്പെറിക്കൽ ഷേപ്ഡ് എന്താണ്? കോക്കസ്. പിന്നെന്താ പഠിച്ചിട്ടുള്ളത്? കോമാ ഷേപ്പ് അല്ലെ? കോമാ ഷേപ്പിൽ ഏതാണ്? കോമാ ഷേപ്പിൽ ഏതാണ്? വിബ്രിയം. കോമാ ഷേപ്ഡ് എന്താണ്? വിബ്രിയം. പിന്നെ ഒരെണ്ണം കൂടി പഠിച്ചിട്ടുണ്ടല്ലോ, സ്പൈറൽ ഷേപ്പിലുള്ളത് അല്ലെ? സ്പൈറൽ ഷേപ്പിലുള്ള ഏതാണ്? സ്പൈറില്ലം. സ്പൈറൽ ഷേപ്പ് ഏതാണ്? സ്പൈറില്ലം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഇത് രണ്ടും ചേർത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനിയുള്ള എക്സാമിന് വേണമെങ്കിൽ ഇതൊക്കെ ചേർത്തും ചോദിക്കാം. ഓക്കെ, ബാസിലസ് റോഡ് ഷേപ്പ്, കോക്കസ് ഏത് ഷേപ്പാണ്? സ്പെറിക്കൽ ഷേപ്പ്, വിബ്രിയം കോമാ ഷേപ്പ്, സ്പൈറിലം ഏതാണ്? സ്പൈറൽ ഷേപ്പ്. ഓക്കെ ആണല്ലോ? ക്ലിയർ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് 13ാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബ്ലാങ്ക് ഫിൽ ചെയ്യാനാണ്. ഇൻ അനാബീന സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഡാഷ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. 2018 മാർച്ചിലെ ചോദ്യമാണ്. അനാബീനയില് നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെല്ലിന്റെ പേരെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്പെഷ്യൽ സെല്ലിന്റെ പേര്? ഹെട്രോസിസ്റ്റ് എന്നതാണ്. എന്താണ്? ഹെട്രോസിസ്റ്റ്. നമ്മള് ബാക്ടീരിയ ബാക്ടീരിയ പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഒരെണ്ണമാണ് സയാനോ ബാക്ടീരിയ. ഈ സയാനോ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ? അവര് ഫോട്ടോസിന്തറ്റിക് ആണ്. അവരെ ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആൽഗൽ ബ്ലൂം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ്. സയാനോ ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ നോസ്റ്റോക്ക്, അനാബീന ഒക്കെ പഠിച്ചിട്ടുള്ളത്. ഇനി ഇവർക്ക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരുടെ ബോഡിയിൽ എന്തുണ്ട്? നൈട്രജൻ ഫിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം സെൽസ് ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? ഹെറ്ററോസിസ്റ്റ്. എന്താണ്? ഹെറ്ററോസിസ്റ്റ്. അതാണ് നമ്മുടെ അവിടുത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? ഹെറ്ററോസിസ്റ്റ് ആണ്. ഓക്കെ, ഇനി ആ നോസ്റ്റോക്കിന്റെ ഒക്കെ പിക്ചർ ഇല്ലേ ടെക്സ്റ്റ് ബുക്കിൽ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു സയാനോ ബാക്ടീരിയ.
സയാനോ ബാക്ടീരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ഡീകമ്പോസേഴ്സ് ആണോ? നമ്മളിപ്പോ പറഞ്ഞില്ലേ പോയിന്റ്സ്, അതിനകത്ത് ഡീകമ്പോസേഴ്സ് പറയുന്നുണ്ടോ? ഇല്ല, അതെന്താണ്? തെറ്റാണ്. രണ്ടാമത്തേത് ഫോം ബ്ലൂം ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടറിൽ ആൽഗൽ ബ്ലൂം ഫോം ചെയ്യുന്നു, ശരിയല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പോയിന്റ്സ് പറഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി സി വരുമോ എന്ന് നോക്കിയേ. പ്രസൻസ് ഓഫ് പ്രോമിനന്റ് ന്യൂക്ലിയസ് വരുമോ? പ്രസൻസ് ഓഫ് പ്രോമിനന്റ് ന്യൂക്ലിയസ് അതാണ് അടുത്ത 14ന്റെ സി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്. അതായത് പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് ഡെഫിനറ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അത് എന്താണ്? യൂകാരിയോട്ടിക് ആണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം ഇവ എന്താണ്? ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾക്ക് പ്രോമിനന്റ് ആയിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ അവരെ പ്രോകാരിയോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോ അത് തെറ്റാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് എ സെൽ വാൾ. എന്താണ്? കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് എ സെൽ വാൾ. സെൽ വാള് കംപ്ലീറ്റ് ആയിട്ട് ലാക്ക് ആണോ? അല്ല, സെൽ വാൾ ഉണ്ട്. ഓക്കെ, അപ്പോ അതില് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ പറഞ്ഞിരിക്കുന്നത്? ഫോം ബ്ലൂം ഇൻ പൊല്യൂട്ടഡ് വാട്ടർ എന്നുള്ളതാണ് കറക്റ്റ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്നതിന് കാരണം ഫോക്കസ് ഏരിയയിൽ ഈ ടോപ്പിക് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതും കൂടി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതുപോലെ അവിടുന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, രാമു ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ബയോഗ്യാസ് പ്ലാന്റ്. രാമു എന്ത് ചെയ്യുന്നു? ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നു. ഇൻ ഹിസ് ഹോം ഡ്യൂ ടു ദ റീസെന്റ് ഹൈക്ക് ഇൻ ദ കോസ്റ്റ് ഓഫ് കുക്കിംഗ് ഗ്യാസ്. കുക്കിംഗ് ഗ്യാസിന്റെ വില കൂടിയത് കാരണമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നെയിം ദ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. ഇതിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ബാക്ടീരിയ ഏതാണ്? മെഥനോജൻ ആണ്. സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? മെഥനോജൻ. നമ്മൾ പഠിച്ചു അല്ലേ? മെഥനോജൻ ആണ് എന്തിനു സഹായിക്കുന്നത്? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോ നമ്മുടെ രാമുവിന് മെഥനോജൻ ബാക്ടീരിയയെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ അത്രയൊക്കെയാണ് ബാക്ടീരിയ എന്നുള്ള ഒരു സെഷൻ ഇന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫോക്കസ് ഏരിയയിലെ ബാക്ടീരിയകളെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോ എങ്കിലും ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. എക്സ്ട്രാ ഉള്ള ചോദ്യങ്ങളില്ലേ, അതിൽ ചോദിക്കാം, നിങ്ങൾക്ക് അതൊക്കെ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോ അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് പോവുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ആണ്. ബോർഡിൽ എഴുതിയിട്ട് തന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ക്ലിയർ? ഓക്കെ, ഇത് നമുക്ക് അടുത്ത പോർഷൻ ആണ്. കിങ്ഡം ഒനീറ കഴിഞ്ഞ് അടുത്ത വരുന്ന എന്താണ്? പ്രൊട്ടിസ്റ്റ ആണ്. അവിടെ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫോക്കസ് ഏരിയയിൽ പ്രൊട്ടിസ്റ്റ ഒന്നും പറയുന്നില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് അതുകൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. റിവിഷൻ ക്ലാസ് അല്ലേ, അപ്പൊ അതുകൂടി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. പ്രൊട്ടിസ്റ്റയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡയാറ്റംസ് ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. സോറി, അതിന് മുൻപ് 16ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞില്ല അല്ലെ? 15 കഴിഞ്ഞ് അടുത്ത 16ാമത്തെ ചോദ്യം നോക്കിയേ. സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയാറ്റംസ് ആർ കാൾഡ് ഡയാറ്റോമേഷ്യസ് എർത്ത്. ഡയാറ്റംസിന്റെ സെൽ വാൾ ഡെപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയാറ്റോമേഷ്യസ് എർത്ത്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഇറ്റ്. അതിന്റെ ഏതെങ്കിലും 2 യൂസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ കിങ്ഡം പ്രൊട്ടിസ്റ്റയെ നമുക്ക് എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രൈസോഫൈറ്റ്സ്, ഡയാനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈമേഴ്സ്, അതുപോലെ തന്നെ എന്താണ്? പ്രോട്ടോസോവൻസ്. അതില് ആദ്യത്തേതാണ് ക്രൈസോഫൈറ്റ്സ്. ഈ ക്രൈസോഫൈറ്റ്സിൽ വരുന്ന ഓർഗാനിസങ്ങളാണ് ഡയാറ്റംസും ഡെസ്മിഡ്സും. അതില് ഡയാറ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. ഡയാറ്റംസ് എന്താണ്? ഏത് ഹാബിറ്റാറ്റിലാണോ കാണപ്പെടുന്നത് അവരുടെ ഓർഗാനിസം നശിച്ചു പോയി കഴിയുമ്പോൾ അതിന്റെ ഒരു സെൽവാൾ ഡെപ്പോസിഷൻ ഉണ്ട് അല്ലെ? സെൽവാൾ ഡെപ്പോസിഷൻ, അതിന്റെ സെൽവാള് ഏത് ഹാബിറ്റാറ്റിലാണോ ചുറ്റുപാടിലാണോ അതുള്ളത് അവിടെ അത് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സെൽവാള് അവിടെ കിടന്ന് എന്തായിട്ട് മാറുന്നു? ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് മാറുന്നു. ഇത് സിലിക്ക കൊണ്ടുള്ള സെൽവാളാണ് അവരുടേത്.
അപ്പൊ അതെന്തായിട്ട് മാറും? ഡയാറ്റോമേഷ്യസ് എർത്ത് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട 1-2 യൂസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോ സെൽ വാൾ എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് അവരുടെ? സിലിക്ക കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? നല്ല ഗ്രിഫ്റ്റിയാണ്, പരുപരുത്തതാണ്, കൂടാതെ ഇൻഡിസ്ട്രക്റ്റബിൾ, നശിച്ചു പോകാത്തതുമാണ്. അതുകൊണ്ടാണ് അവിടെ കിടന്ന് ഡയാറ്റോമേഷ്യസ് എർത്ത് ഫോം ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട യൂസസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 യൂസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ഗ്രിഫ്റ്റി ആയതുകൊണ്ട്, പരുപരുത്തതായതുകൊണ്ട് ഇത് എന്തിനു ഉപയോഗിക്കാം? പോളിഷിങ്ങിന് ഉപയോഗിക്കാം. അപ്പോ ആൻസർ ആയിട്ട് 1 എന്തെഴുതാം? പോളിഷിങ് എഴുതാം. രണ്ടാമത്തേത് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇത് ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്, ഓയിലിന്റെയും സിറപ്പിന്റെയും ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ പോളിഷിങ്, അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്, ഓയിലിന്റെയും സിറപ്പിന്റെയും ഫിൽട്രേഷൻ. ഇനി ഡയാറ്റത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡയാറ്റംസ് ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. ആർ യൂസ്ഫുൾ ടു us even after their death. അവയുടെ ഡെത്ത് സംഭവിച്ചാൽ പോലും അവ നമുക്ക് യൂസ്ഫുൾ ആണ്, അല്ലേ? അപ്പോ അത് ലീവിംഗ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസർ ആണ്. അപ്പോ അങ്ങനെ ഗുണമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇനി അത് മരിച്ചു പോയാലോ? അത് ഡെത്തിന് വിധേയമായി കഴിഞ്ഞാലോ? മരണം സംഭവിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉപകാരം ചെയ്യുന്നുണ്ട്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ആണ്. കാരണം എന്താണ്? അത് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ സെൽവാൾ ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട് ഹാബിറ്റാറ്റില്. ആ സെൽവാൾ ഡെപ്പോസിഷൻ എന്തായിട്ട് ഫോം ചെയ്യുന്നു? ഡയാറ്റോമേഷ്യസ് എർത്ത് ആയിട്ട് ഫോം ചെയ്യുന്നു. ഡയാറ്റോമേഷ്യസ് എർത്ത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മള്? വളരെ ഗ്രിഫ്റ്റി ആയതുകൊണ്ട് തന്നെ അത് എന്തിനു ഉപയോഗിക്കുന്നു? പോളിഷിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്, ഇതൊക്കെ അതിന്റെ ഉപയോഗങ്ങളാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 18ാമത്തെ ചോദ്യമാണ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യം ഏത് ഏരിയയിൽ നിന്നാണെന്ന് ചോദിച്ചാല് നമ്മുടെ പ്രോട്ടോസോവൻസിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രോട്ടോസോവൻസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? അമീബോയിഡ്, ഫ്ലജല്ലേറ്റഡ്, സീലിയേറ്റഡ്, അതുപോലെ തന്നെ സ്പോറോസോവൻസ്. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ട്രിപ്പനോസോമ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ട്രിപ്പനോസോമ. അതെന്താണ്? ഒരു ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഡാഷ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വരുന്നത്? സീലിയേറ്റഡ് പ്രോട്ടോസോവന് എക്സാമ്പിൾ ആയിട്ട് എന്താ വരുന്നത്? പാരമീസിയം ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് സ്ലീപ്പിംഗ് സിക്നസ്. പ്ലാസ്മോഡിയം മലേറിയ. പ്ലാസ്മോഡിയം മലേറിയ. പ്ലാസ്മോഡിയം മലേറിയ. അവിടെ എന്താണ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്? പ്ലാസ്മോഡിയം മലേറിയ ഉണ്ടാക്കുന്നു. അപ്പോ ഏത് പ്രോട്ടോസോവനാണ് സ്ലീപ്പിംഗ് സിക്നസിന് കാരണമാകുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്? ട്രിപ്പനോസോമ. കണ്ടോ, ആ പ്രോട്ടോസോവന്റെ ക്ലാസിഫിക്കേഷൻ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ട്രിപ്പനോസോമയാണ് അപ്പൊ രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ which among the following is an example for flagellated protozoan? 19ാമത്തെ ചോദ്യം 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചതാണ്. which among the following is an example for flagellated protozoan? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അമീബ, ട്രിപ്പനോസോമ, പാരമീസിയം, പ്ലാസ്മോഡിയം, ഇതെല്ലാം അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ഏതാണ്? ട്രിപ്പനോസോമയാണ് വരുന്നത് കേട്ടോ. അപ്പോ ആ ക്ലാസിഫിക്കേഷൻ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് അമീബോയിഡ് പ്രോട്ടോസോവൻ, അതിന് എക്സാമ്പിൾ ആണ് അമീബ. രണ്ടാമത്തത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, എക്സാമ്പിൾ ആണ് എന്ത്? ട്രിപ്പനോസോമ. ഈ ട്രിപ്പനോസോമയാണ് സ്ലീപ്പിംഗ് സിക്നസിന് കാരണമാകുന്നത്. അതായത് എന്താ? ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള പ്രോട്ടോസോവൻ ആണ്. അടുത്തതാണ് സീലിയേറ്റഡ്, അതിന് എക്സാമ്പിൾ ആണ് പാരമീസിയം. നെക്സ്റ്റ് സ്പോറോസോവൻ, അതിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. അതാണ് മലേറിയ ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ.
അപ്പൊ അത്രയാണ് നമ്മുടെ ആ ഒരു പോർഷനിൽ നിന്നും ഉള്ളത്. ക്ലിയർ? അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് അല്ല. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ ഒന്നാമത്തെ ടോപ്പിക് ആയിരുന്നു ഏതെന്ന് പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് ആ ബോർഡിൽ എഴുതിയ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. അത് പഠിച്ചാൽ മതി, അതേ ചോദിക്കൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ പറയുന്ന അടുത്ത ടോപ്പിക് ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ. അപ്പോ കിങ്ഡം ഫഞ്ചൈയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. കിങ്ഡം ഫഞ്ചൈയില് എല്ലാം പഠിക്കേണ്ട, ക്ലാസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. എന്താണ് പഠിക്കേണ്ടത്? അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് പഠിക്കേണ്ടത്. കിങ്ഡം ഫഞ്ചൈയിലെ ജനറൽ ക്യാരക്ടേഴ്സ്. കിങ്ഡം ഫഞ്ചൈയിലെ ജനറൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ്, അത് ഏത് ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്നു? ഏത് ഹാബിറ്റാറ്റിലാണ് കാണപ്പെടുന്നത്? ഡീക്കേയിങ് ആയിട്ടുള്ള, മോയിസ്റ്റ് ആയിട്ടുള്ള ഡാംപ് ഹാബിറ്റാറ്റിലാണ് കാണപ്പെടുന്നത്. അതായത് ചീഞ്ഞഴുകിയ വസ്തുക്കളിലും നനവുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മോയിസ്റ്റ് ഡീക്കേയിങ് ഡാംപ് ഏരിയയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഫഞ്ചൈ കാണപ്പെടുന്നത്. ജനറൽ ക്യാരക്ടേഴ്സ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. എന്താണ്? ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തായിട്ട് വരുന്നു? പാരസൈറ്റ്സ് ആയിട്ട് വരുന്നു. നെക്സ്റ്റ്, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. നമ്മുടെ ഫഞ്ചൈ എന്ന് പറയുന്ന കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസങ്ങളുടെ ബോഡിയുടെ ഒരു പ്രത്യേകതയാണ് their body consists of long slender thread like structures. എന്താണ്? ബോഡി കൺസിസ്റ്റ് ഓഫ് ലോങ് slender thread like structures. thread like structures. അവരുടെ ബോഡിയിൽ എന്തുണ്ട്? ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, എന്താണ്, നല്ല സ്ലെൻഡർ ആയിട്ടുള്ള ത്രെഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്പോർട്ടന്റ്. എന്താണ്? ഹൈഫേ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഹൈഫേ? their body consists of long slender thread like structures called hyphae. ഇനി നെറ്റ്വർക്ക് ഓഫ് ഹൈഫയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? മൈസീലിയം. നെറ്റ്വർക്ക്, ഹൈഫയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് മൈസീലിയം. ഓക്കെ, അപ്പോ നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഈസ് കാൾഡ് മൈസീലിയം. ഹൈഫയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹൈഫ എങ്ങനെയാണ്? ഇങ്ങനെ ത്രെഡ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇനി അതിന്റെ നെറ്റ്വർക്ക്, ഒരുപാട് നെറ്റ്വർക്ക് പോലെ വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത്? മൈസീലിയം എന്ന് പറയുന്നത്. ഹൈഫെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു സിംഗിൾ ഹൈഫെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ 2 തരത്തിലുള്ള ഹൈഫകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഹൈഫയുടെ പേരാണെന്ത്? അസെപ്റ്റേറ്റ്. ഇതെന്താണ്? അസെപ്റ്റേറ്റ്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ഹൈഫ എന്താണ്? അസെപ്റ്റേറ്റ് ഹൈഫ ആണ്. അസെപ്റ്റേറ്റ് ഹൈഫ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ ഹൈഫയുടെ ഉള്ളിൽ, ഉൾഭാഗത്ത് എങ്ങും തന്നെ എന്ത് കാണാൻ സാധിക്കത്തില്ല? സെപ്റ്റം കാണാൻ സാധിക്കത്തില്ല, ക്രോസ് വാളുകൾ കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ഹൈഫയെ വിളിക്കുന്ന പേരാണെന്ത്? അസെപ്റ്റേറ്റ് ഹൈഫെ. ഇനി രണ്ടാമത് ഒരു ഹൈഫെ കൂടിയുണ്ട്, അതിന്റെ പേരാണെന്ത്? സെപ്റ്റേറ്റ് ഹൈഫെ. സെപ്റ്റേറ്റ്. എന്നാൽ ഈ സെപ്റ്റേറ്റ് ഹൈഫയുടെ പ്രത്യേകത എന്താ? അതിങ്ങനെ നീളത്തിലിരിക്കും, പക്ഷെ ഉള്ളിൽ എന്ത് കാണാൻ സാധിക്കും? ഇങ്ങനെ ക്രോസ് വാൾസ് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ക്രോസ് വാൾസ് ഉള്ള ഹൈഫയാണ് എന്ത്? സെപ്റ്റേറ്റ് ഹൈഫെ. ഇനി ക്രോസ് വാൾസ് ഉള്ളിൽ ഇല്ല എങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? അസെപ്റ്റേറ്റ് ഹൈഫെ എന്ന് വിളിക്കും. ഓക്കെ, വിത്തൗട്ട് ക്രോസ് വാൾ. ഇനി അസെപ്റ്റേറ്റ് ഹൈഫെ നമ്മൾ നോക്കിയാൽ, ഇവിടെ സെപ്റ്റേറ്റ് ആണെങ്കിൽ ഓരോ സെപ്റ്റത്തിന്റെ ഉള്ളിൽ നമുക്ക് ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. ഓക്കെ, എന്നാൽ അസെപ്റ്റേറ്റ് നോക്കിയാൽ ഇവിടെ ന്യൂക്ലിയസ് എല്ലാം ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഇടയ്ക്ക് എന്ത് കാണത്തില്ല? ക്രോസ് വാള് കാണത്തില്ല.
അപ്പോ അസെപ്റ്റേറ്റീവ് ഹൈഫയുടെ പ്രത്യേകത എന്താ? അതൊരു ഇലോങ്ങേറ്റഡ് ട്യൂബ് ആയിരിക്കും, അതിനുള്ളിൽ സൈറ്റോപ്ലാസം കാണും. ഓക്കെ, കൂടാതെ ഒരുപാട് ന്യൂക്ലിയസും കാണും അല്ലേ? ഒരു ട്യൂബിനുള്ളിൽ ഒരുപാട് ന്യൂക്ലിയസ് കാണത്തില്ലേ? എന്നാൽ ഇവിടെ എങ്ങനെയാണോ ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ടില്ലേ? പ്രത്യേക കമ്പാർട്ട്മെന്റ്സ് ആക്കിയിട്ടുണ്ടല്ലോ ക്രോസ് വാൾസ് കൊണ്ട്. അപ്പൊ ഇവിടെ എന്തില്ല? ക്രോസ് വാൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ അസെപ്റ്റേറ്റീവ് ഹൈഫ എന്ന് പറയുന്നത് എന്താണ്? ഇലോങ്ങേറ്റഡ് ട്യൂബ് ആണ്, ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. എന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത എന്താ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഒരൊറ്റ സൈറ്റോപ്ലാസത്തിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് കാണും. ഓരോ ന്യൂക്ലിയസിനെയും പ്രത്യേക സെപ്പറേഷൻസും ഒന്നുമില്ല, ക്രോസ് വാൾസ് ഒന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ അസെപ്റ്റേറ്റീവ് ഹൈഫയെ വിളിക്കുന്ന പേരാണ് സീനോസൈറ്റിക് ഹൈഫെ. എന്താണ്? സീനോസൈറ്റിക് ഹൈഫെ. അപ്പൊ അത് ഓർത്തിരിക്കേണ്ട ടേംസ് ആണ് അതൊക്കെ കേട്ടോ. സീനോസൈറ്റിക് ഹൈഫെ. ഇനി ഒരു പോയിന്റ് കൂടിയുണ്ട്, നമ്മുടെ ഫംഗസുകളുടെ സെൽവാള്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? സെൽവാൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? കൈറ്റിൻ സെൽവാൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ അറിയാലോ, ഹെട്രോട്രോഫിക് ആണ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ടൊക്കെ വരാറുണ്ട് പ്ലാന്റ്സിൽ. ക്ലിയർ? ഇപ്പൊ ജനറൽ ക്യാരക്ടേഴ്സിലെ ആദ്യത്തെ സെഷൻ ക്ലിയർ ആണല്ലോ. എന്തൊക്കെ പോയിന്റ്സ് ആണ് ഓർത്തിരിക്കേണ്ടത്? ഇത്രയും പഠിച്ചാൽ മതി. എന്തൊക്കെ പോയിന്റ്സ് ആണ്? മോയിസ്റ്റ്, ഡീക്കേയിങ്, ഡാംപ് പ്ലേസിലൊക്കെ കാണപ്പെടുന്നു. അടുത്തത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഇൻ പ്ലാന്റ്സ്. ഡീക്കേയിങ് പ്ലേസിലുള്ളത് കൊണ്ട് അവർ ഹെട്രോട്രോസ് ആണല്ലേ, സാപ്രോഫൈറ്റ്സ് ആയിട്ടൊക്കെ വരും. ഇനി ലോങ് സ്ലെൻഡർ, അതായത് their body consists of long slender thread like structure called hyphae. ഇനി നെറ്റ്വർക്ക് ഓഫ് ഹൈഫ ഈസ് കാൾഡ് മൈസീലിയം. ഇനി ഒരു ഹൈഫ എടുത്താൽ ഹൈഫെ വിത്തൗട്ട് ക്രോസ് വാൾസ്. എന്താണ്? ഹൈഫെ വിത്തൗട്ട് ക്രോസ് വാൾസ് ഈസ് കാൾഡ് അസെപ്റ്റേറ്റ്. എന്താണ്? അസെപ്റ്റേറ്റ് ഹൈഫെ. ഇനി ഹൈഫെ വിത്ത് ക്രോസ് വാൾസ് ഈസ് കാൾഡ് സെപ്റ്റേറ്റ് ഹൈഫെ. ഇടയ്ക്ക് എന്ത് കാണും? ക്രോസ് വാൾസ് അല്ലെങ്കിൽ സെപ്റ്റം ഉണ്ടായിരിക്കും. ഇനി ഇൻ ദ കേസ് ഓഫ് അസെപ്റ്റേറ്റ് ഹൈഫെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇലോങ്ങേറ്റഡ് ട്യൂബ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബ് ആയിരിക്കും, ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, അതിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ന്യൂക്ലിയസും കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള അസെപ്റ്റേറ്റ് ഹൈഫ എന്തെന്ന് വിളിക്കുന്നു? സീനോസൈറ്റിക് ഹൈഫ എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? അവരുടെ ബോഡി എന്ന് പറയുന്നത് എങ്ങനെയുള്ള സെൽവാളാലാണ് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെൽവാളിലാണ്. ഓക്കെ, അവരുടെ സെൽവാൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ? റീപ്രൊഡക്ഷൻ പറയുന്നത് 3 രീതിയിലാണ്. റീപ്രൊഡക്ഷൻ പറയുന്നത് 3 രീതിയിലാണ്. ഒന്നാമത്തേതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പ്രധാനമായും ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. എങ്ങനെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. രണ്ടാമത്തേതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസിംഗ് സ്പോർസ്. ഓക്കെ, അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. പ്രധാനപ്പെട്ട അസെക്ഷൽ സ്പോർസ് ഏതൊക്കെയാണ്? കൊനീഡിയ, അതുപോലെ തന്നെ എന്താണ്? സൂസ്പോർസ്. എക്സാമ്പിൾ എന്താണ്? കൊനീഡിയ, സൂസ്പോർസ്. അസെക്ഷൽ സ്പോർസ് ഇൻ ഫംജൈ. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 ഈവന്റ്സ് ആണ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഫസ്റ്റ് എന്താണ്? പ്ലാസ്മോഗമി എന്ന് വെച്ചാൽ എന്താ? ഗ്യാമേറ്റ്സിന്റെ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന്റെ, ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് സിംഗിൾ സെൽസ് അല്ലേ, അപ്പോ സെല്ലിലെ സൈറ്റോപ്ലാസത്തിന്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്? പ്ലാസ്മോഗമി.
അപ്പോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു, അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 ഈവന്റ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ എന്താണ്? പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി എന്ന് വെച്ചാൽ എന്താ? ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം അല്ലെങ്കിൽ എന്താണ് ആ സൈറ്റോപ്ലാസത്തിലെ കണ്ടൻസ് അതെല്ലാം ഒരുമിച്ച് ചേരുന്ന ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ഈവന്റ് ആണ് കാരിയോഗമി. കാരിയോഗമി എന്ന് വെച്ചാൽ എന്താ? ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. 2 ന്യൂക്ലിയസുകൾ കൂടി ചേരുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കാരിയോഗമി എന്ന് പറയുന്നത്. അങ്ങനെ 2 സെൽസ് ഒരുമിക്കുന്നു, അതായത് ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്തുണ്ടാകുന്നു? ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും അല്ലേ? അടുത്ത 3ാമത്തെ സ്റ്റേജിൽ എന്ത് നടക്കുന്നു? ഈ സൈഗോട്ട് എന്തിന് വിധേയമാകുന്നു? മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു, സ്പോർ ഫോം ചെയ്യുന്നു. സൈഗോട്ട് അണ്ടർഗോ എന്തിന് വിധേയമാകുന്നു? മിയോസിസിന് വിധേയമാകുന്നു, സ്പോർ ഫോം ചെയ്യുന്നു. സ്പോർ ജെർമിനേറ്റ് ചെയ്ത് അടുത്ത ഓർഗാനിസം ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് അതിന്റെ റീപ്രൊഡക്ഷൻ, ഫംഗസിലെ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് ബൈ ഫ്രാഗ്മെന്റേഷൻ, അസെക്ഷൽ ബൈ പ്രൊഡ്യൂസിംഗ് അസെക്ഷൽ സ്പോർസ് സച്ച് ആസ് കൊനീഡിയ, അതുപോലെ തന്നെ സൂസ്പോർസ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഇൻക്ലൂഡ് 3 ഈവന്റ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. ഏതാണ്? പ്ലാസ്മോഗമി. അതിനുശേഷം എന്താണ് പറയുന്നത്? ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് പറയുന്നുണ്ട് അല്ലേ? ഏതാണ്? കാരിയോഗമി. അത് കഴിഞ്ഞ് എന്ത് പറയുന്നുണ്ട്? സൈഗോട്ടിന്റെ ഫോർമേഷൻ. ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ സൈഗോട്ട് ഉണ്ടാകത്തില്ലേ? അപ്പൊ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യും? സൈഗോട്ട് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ചേർന്നാൽ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് അല്ലേ ഉണ്ടാകുന്നത്. അപ്പോ ഡിപ്ലോയിഡ് സൈഗോട്ട് എന്തിന് വിധേയമാകും? മിയോസിസിന് വിധേയമാകും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? മിയോസിസിലൂടെ ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു. ഓക്കെ, ഡിപ്ലോയിഡ് സൈഗോട്ട് അണ്ടർഗോ meiosis to form haploid spores. These haploid spores undergo germination to form new organism. ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ടോപ്പിക്കാണ്. രണ്ടാമത്തതാണ് എന്തെന്ന് പറയുന്നത്? ഫംഗസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ്സ് അതുപോലെ നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി ഫംഗസുകളുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഫൈക്കോമൈസെറ്റിസ്, ആസ്കോമൈസെറ്റിസ്, അതുപോലെ തന്നെ ബെസിഡിയോമൈസെറ്റിസ്, ഡ്യൂറ്ററോമൈസെറ്റിസ് എന്നിങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കിങ്ഡം ഫംജിയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ ഏരിയയിൽ നിന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. 20ാമത്തെ ചോദ്യം നോക്കിയേ. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഈസ് കാൾഡ് പ്ലാസ്മോഗമി. ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ ഈസ് കാൾഡ് ഡാഷ്. എന്താണ്? ഇവിടെ പഠിച്ചതേ ഉള്ളൂ ഇപ്പം. എന്താണ്? കാരിയോഗമി. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. മഷ്റൂമിന്റെ പേരാണ് അഗാരിക്കസ്. അടുത്തത് ബ്രെഡ് മോൾഡ് അല്ലെങ്കിൽ റൊട്ടിപ്പൂപ്പൽ, അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമ്മുടെ 2019 മാർച്ച് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, മഷ്റൂം എന്താണ്? അഗാരിക്കസ്. ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത് എന്താണ്? റൈസോപ്പസ് ആണ്. എന്താണ്? റൈസോപ്പസ്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ആസ്കോമൈസെറ്റിസ്, അതിന് എക്സാമ്പിൾ തന്നിരിക്കുന്നു. സക്കാരോമൈസസ് ആൻഡ് പെൻസീലിയം. നെക്സ്റ്റ് ബെസിഡിയോമൈസെറ്റിസ് ഡാഷ് ആൻഡ് ഡാഷ്, 2 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബെസിഡിയോമൈസെറ്റിസിന് എക്സാമ്പിൾസ് എന്തൊക്കെ കൊടുക്കാം? ഒന്ന് അഗാരിക്കസ് കൊടുക്കാം, അതുപോലെ തന്നെ യൂസ്റ്റിലാഗോ കൊടുക്കാം, അതുപോലെ തന്നെ പക്സീനിയ കൊടുക്കാം. 3 എക്സാമ്പിൾസ് ഉണ്ട്. ഇഷ്ടമുള്ള 2 കൊടുക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഫോക്കസ് ഏരിയയിൽ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക. അല്ലാതുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്ത ദ ക്ലാസ് ഓഫ് ഫംജി നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംജി. ഇംപെർഫെക്റ്റ് ഫംജി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഡ്യൂറ്ററോമൈസെറ്റിസ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കാൻ കാരണം? ഡ്യൂറ്ററോമൈസെറ്റിസ് ആർ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംജി. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്? അവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും മാത്രമേ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? അൺനോൺ ആണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഡ്യൂറ്ററോമൈസെറ്റിസിൽ പറഞ്ഞിട്ടുള്ള ഫംഗസുകളെ ഫംജി ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. കാരണം അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്
എന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, അത് അൺനോൺ ആണെന്ന് പറയാം. സോ ഇറ്റ് ഈസ് കാൾഡ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. നെക്സ്റ്റ്, നെയിം വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. ഫംഗസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് അടുത്തത്. നെയിം വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. 24ാമത്തെ ചോദ്യമാണ്. സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗകളും ഫംഗസുകളും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേര് എന്താണ് പറയുന്നത്? ലൈക്കൻ. എന്താണ്? ലൈക്കൻ. അപ്പൊ എന്താണ് ലൈക്കൻ? സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗകളും ഫംഗസുകളും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി, 25ാമത്തെ. സജസ്റ്റ് ദ കറക്റ്റ് സയന്റിഫിക് ടേം ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ടേം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൻ. ലൈക്കൻ എടുത്തു കഴിഞ്ഞാൽ ലൈക്കനിലെ ആൽഗൽ പാർട്ട്ണറിനെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ് ആൽഗൽ പാർട്ട്ണറിന്റെ പേരെന്താണ്? ഫൈക്കോബയോണ്ട്. എന്താണ്? ഫൈക്കോബയോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഫൈക്കോബയോണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, അവിടെ നിന്ന് ചോദിക്കാവുന്ന ചോദ്യം എന്തായിരിക്കും? ഫംഗൽ പാർട്ട്ണറിന്റെ പേരെന്താണ്? ഫംഗൽ പാർട്ട്ണറിന്റെ പേരെന്താണ്? എന്താണ്? മൈക്കോബയോണ്ട്. ഫംഗൽ പാർട്ട്ണറിന്റെ പേരെന്താണ്? മൈക്കോബയോണ്ട് എന്നായിരിക്കും. അത് അവിടെ നിന്ന് ചോദിക്കാവുന്ന അടുത്ത ചോദ്യമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് അടുത്ത 26ാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ആൽഗെ. അതിനെ എന്തെന്ന് പറയും? ലൈക്കൻ എന്ന് പറയും. അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. ഫംഗസും പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷനെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? മൈക്കോറൈസ. എന്താണ്? മൈക്കോറൈസ. മൈക്കോറൈസൽ അസോസിയേഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് എന്താണ്? റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ലൈക്കന്റെ അകത്തെ ആൽഗൽ പാർട്ട്ണർ ആണ് ഫൈക്കോബയോണ്ട്. അത് എന്ത് ചെയ്യുന്നു? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അടുത്ത ഫംഗൽ പാർട്ട്ണറിന്റെ പേരെന്താണ്? മൈക്കോബയോണ്ട്. ഫംഗസ് എന്താ ചെയ്യുന്നത്? ആൽഗയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ കൊടുക്കും. അതുപോലെ തന്നെ ആൽഗയ്ക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാട്ടറും മിനറലും ഒക്കെ അബ്സോർബ് ചെയ്യുവാൻ സഹായിക്കുന്നു. ക്ലിയർ? അപ്പൊ അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോ അത്രയാണ്. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക്, 3ാമത്തെ ടോപ്പിക് എന്താണ്? വൈറസുകളെ കുറിച്ചാണ്. ഓക്കെ, 3ാമത്തെ ടോപ്പിക് എന്താണ്? വൈറസുകളെ കുറിച്ചാണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ നെയിം വൈറസ് ദാറ്റ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ. വൈറസുകൾക്ക് പോയിസണസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിഷദ്രാവകം വെനം എന്ന പേര് നൽകിയത് ആരാണ്? എന്നിട്ട് 4 പേര് കൊടുത്തിട്ടുണ്ട്. ആ 4 പേരോ 4 ഓപ്ഷൻസ് ഞാനൊന്ന് ബോർഡിലേക്ക് എഴുതാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് പാസ്റ്റർ. ഒന്നാമത്തെ എന്താണ്? പാസ്റ്റർ ആണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവനോസ്കി ആണ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഇവനോസ്കി ആണ്. അടുത്തയാണ് ബീജർനിക്. നെക്സ്റ്റ് 4ാമത്തെ തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റാൻലി. ഓക്കെ, അപ്പൊ ഈ 4 പേരുകൾ തന്നിട്ട് വൈറസുകൾക്ക് പോയിസണസ് ഫ്ലൂയിഡ് എന്നർത്ഥം വരുന്ന വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് വിഷദ്രാവകം എന്നർത്ഥം വരുന്ന വൈറസ് എന്ന പേര് നൽകിയത് ആരാണ് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ പാസ്റ്റർ ആണ് കേട്ടോ. പാസ്റ്റർ. ഓക്കെ, പാസ്റ്റർ ആണ് ആ പേര് നൽകിയത്. ഇനി നോക്കിയേ, 3 പേര് ബാക്കിയുണ്ട്. ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഫസ്റ്റ്, ഒന്നാമത്തെ ആളാണ് ഇവനോസ്കി. അദ്ദേഹം എന്താണ് കണ്ടെത്തിയെന്ന് വെച്ചാല് നമ്മുടെ ടുബാക്കോ ചെടിയിലെ മൊസൈക് ഡിസീസ്, എന്താണ്?
ടുബാക്കോ ചെടിയിലെ മൊസൈക് ഡിസീസ് ഇത് ഉണ്ടാക്കാൻ കാരണം, ആ രോഗം പുകയില ചെടിയിൽ ഉണ്ടാകാൻ കാരണം ചില മൈക്രോ ഓർഗാനിസങ്ങളാണെന്ന് കണ്ടെത്തി. അപ്പോൾ ടുബാക്കോ മൊസൈക് വൈറസ്, അത് വൈറസ് ആണെന്ന് പറയുന്നില്ല, അതിനെ ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു, കണ്ടെത്തി. എന്നിട്ട് അതെന്താണെന്ന് പറഞ്ഞു? ബാക്ടീരിയകളെക്കാൾ ചെറിയ ഓർഗാനിസങ്ങളാണെന്നും പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഇവനോസ്കിയുടെ കണ്ടുപിടുത്തം എന്താണ്? ടുബാക്കോ ചെടിയിലെ എന്താണ് മൊസൈക് ഡിസീസ് ഉണ്ടാക്കുന്നത് ചില മൈക്രോ ഓർഗാനിസങ്ങളാണ്, അവ ബാക്ടീരിയകളെക്കാൾ ചെറുതാണ് എന്നും പറഞ്ഞു. രണ്ടാമത്തെ ആളാണ് ബീജർനിക്. ബീജർനിക് എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ടുബാക്കോ ചെടിയിലെ, അതായത് മൊസൈക് ഡിസീസ് ഉള്ള ടുബാക്കോ ചെടിയുടെ ആ ഇൻഫെക്ഷൻ ഉണ്ടായ പാർട്ടിൽ നിന്നും ഫ്ലൂയിഡ് കളക്ട് ചെയ്തു. എന്ത് കളക്ട് ചെയ്തു? ഫ്ലൂയിഡ് കളക്ട് ചെയ്തു. എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ടുബാക്കോ ചെടിയിൽ അത് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് അവിടെയും ഡിസീസ് ഉണ്ടായതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഫ്ലൂയിഡ് ആണ് ആ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ ഈ രോഗം ഉണ്ടാകാൻ കാരണം. അപ്പൊ ഈ ഫ്ലൂയിഡിന് അദ്ദേഹം കൊടുത്ത ഒരു പേരുണ്ട്, ആ പേരാണ് കണ്ടേജിയം വിവം ഫ്ലൂയിഡം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കണ്ടേജിയം വിവം ഫ്ലൂയിഡം. അതിന്റെ മീനിങ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്, അതായത് ഒരു രോഗം പരത്തുന്ന ദ്രാവകം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കണ്ടേജിയം വിവം എന്താണ്? ഫ്ലൂയിഡം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അതാണ്. നെക്സ്റ്റ് സ്റ്റാൻലി. അടുത്ത സ്റ്റാൻലിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ്. വൈറസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. കെമിക്കൽസിനെ പോലെ ക്രിസ്റ്റലൈസ് ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ആ വൈറസുകളിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് എന്താണ്? ദേ കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. ലാർജ് എമൗണ്ട് എന്ത് കാണപ്പെടുന്നു? പ്രോട്ടീനുകൾ കാണപ്പെടുന്നു. ഇതാണ് ഇവരുടെ കണ്ടുപിടുത്തം. ഓക്കെ, അപ്പൊ ഈ 4 സയന്റിസ്റ്റുകളുടെ പേര് ഓർക്കുക, അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന 28ാമത്തെ ചോദ്യം. ബോട്ടണി ടീച്ചർ ബോട്ട് എ ഡിസീസ്ഡ് പ്ലാന്റ് ടു ദ ക്ലാസ് റൂം. ടീച്ചർ എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് ഒരു ഡിസീസ്ഡ് പ്ലാന്റിനെ കൊണ്ടുവന്നു. മനോജ് ഐഡന്റിഫൈഡ് ദ പാതോജൻ ആസ് എ വൈറസ്. മനോജ് എന്ത് കണ്ടെത്തി? ആ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്ന രോഗത്തിന്റെ കാരണം ഒരു വൈറസ് ആണ്, വൈറൽ ഡിസീസ് ആണ് അതിന് വന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തി. Can you list any 2 symptoms of disease that helped him to identify the pathogen? ഈ രോഗത്തിന് കാരണം, അതായത് ഈ ചെടി കണ്ടിട്ട് ആ ചെടിക്ക് ഉണ്ടായ രോഗത്തിന് കാരണം വൈറസ് ആണ് എന്ന് എങ്ങനെയായിരിക്കും തിരിച്ചറിഞ്ഞത്? അതായത് വൈറസ് ഉണ്ടാക്കുന്ന രോഗത്തിന്റെ ഏതെങ്കിലും ഒരു ലക്ഷണം ആ ചെടിയിൽ കണ്ടു കാണും, ഇല്ലേ? അതുകൊണ്ടല്ലേ അതൊരു വൈറൽ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പോ വൈറസുകൾ വഴി ഉണ്ടാകുന്ന രോഗങ്ങളുടെ ചില പ്രത്യേക തരത്തിലുള്ള സിംറ്റംസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സിംറ്റംസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും വൈറൽ ഡിസീസിന്റെ സിംറ്റം നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഒരു ലോജിക്ക് വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോ നമ്മുടെ മനോജ് ഏതൊക്കെ സിംറ്റംസ് ആയിരിക്കും, ഏത് സിംറ്റം കണ്ടതുകൊണ്ടായിരിക്കും അതൊരു വൈറൽ ഡിസീസ് ഉണ്ടായ പ്ലാന്റ് ആണെന്ന് പറഞ്ഞത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വൈറൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാ? അത് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? മൊസൈക് ഫോർമേഷൻ. ഒന്നാമത്തെ എന്താണ്? മൊസൈക് ഫോർമേഷൻ. മൊസൈക് ഫോർമേഷൻ പറയുന്നുണ്ട്. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്. ലീഫ് റോളിംഗ് കേളിംഗ്. ഓക്കെ, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ് പറയുന്നുണ്ട്. യെല്ലോയിങ്. ലീഫ് റോളിംഗ് എന്ന് വെച്ചാൽ എന്താ? ഇലകൾ ഇങ്ങനെ ചുരുണ്ടു വരുന്നത്. ഓക്കെ, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്. ഇലകൾ എന്ത് ചെയ്യുന്നു? മഞ്ഞ നിറത്തിലേക്ക് മാറുന്നു. യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്. വെയിൻ ക്ലിയറിംഗ് എന്ന് വെച്ചാൽ എന്താ? ആ ഇലയിലെ ലീഫിലെ വെയിൻസ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് വരുന്നു. ഓക്കെ, നന്നായിട്ട് തെളിഞ്ഞു വരുന്നു. പിന്നെ ഡ്വാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. എന്ത് ചെയ്യുന്നു? ഡ്വാർഫ് ആകുന്നു, പൊക്കം കുറഞ്ഞ് വളർച്ച മുരടിച്ചു പോകുന്നു. ഇതൊക്കെ എന്തിന്റെ സിംറ്റംസ് ആണ്? വൈറൽ ഡിസീസ്, അതായത് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന വൈറൽ ഡിസീസിന്റെ സിംറ്റംസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ആണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ,
അപ്പോൾ വൈറസുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ വൈറസുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് വൈറസുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ശ്രദ്ധിച്ച് ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. വൈറസുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പഠിക്കാം. ഒന്നാമത്തത് നോട്ട് ട്രൂ ലിവിങ്. എന്തല്ല? ട്രൂ ലിവിങ് അല്ല. ശരിക്കും ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ സെല്ലിലേക്ക്, ഒരു ലിവിങ് സെല്ലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അത് ലിവിങ് ആവൂ. ലിവിങ് സെല്ലിന് പുറത്ത് വൈറസുകൾ എപ്പോഴും എന്തല്ല? നോൺ ലിവിങ് ആണ്, അതായത് ലിവിങ് അല്ല. ഒരു ലിവിങ് സെല്ലിന്റെ ഉള്ളിലേക്ക് വന്നു എങ്കിലേ വൈറസുകൾക്ക് എന്തുള്ളൂ? ജീവനുള്ളൂ. എന്നാൽ ലിവിങ് സെല്ലിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് എന്ത് കാണിക്കത്തില്ല? ജീവന്റെ ഒരു സ്വഭാവവും കാണിക്കത്തില്ല. ആണ് വൈറസുകളുടെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫീച്ചർ ക്ലിയർ ആണല്ലോ, നോട്ട് ട്രൂ ലിവിങ്. രണ്ടാമത്തത് നോൺ സെല്ലുലാർ. നോൺ സെല്ലുലാർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് പ്രത്യേകിച്ച് ഒരു സെല്ലോ, എടുത്തു പറയുന്ന രീതിയിൽ ഒരു സെല്ലോ, സെല്ലിനുള്ളിൽ സെൽ ഓർഗനൽസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അടുത്ത പറയുന്ന പോയിന്റ് ആണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് പൂർണ്ണമായും പാരസൈറ്റ് ആണ്. വൈറസുകൾക്ക് ഒരു സെല്ലേ ഇല്ല. അതൊരു ലിവിങ് സെല്ലിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലിവിങ് ആയിട്ട് മാറും. അതായത് ഒരു ലിവിങ് സെല്ലിനെ ആശ്രയിച്ചാണ് അത് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടും അതെ ഒബ്ലിഗേറ്റ് എന്താണ്? പാരസൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി വൈറസുകളുടെ ആ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ വൈറസുകൾ നോൺ സെല്ലുലാർ ആണെന്ന് പറഞ്ഞു, അല്ലേ? സെല്ല് ഡെഫിനറ്റ് ആയിട്ടൊരു സെല്ലോ സെൽ ഓർഗനൽസോ ഇല്ല. അപ്പൊ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ വൈറസുകൾക്ക് ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അത് ഒന്നെങ്കിൽ ഒരു DNA ആകാം, അല്ലെങ്കിൽ ഒരു RNA ആകാം. ഓക്കെ, ഒന്നെങ്കിൽ DNA ആകാം, അല്ലെങ്കിൽ RNA ആകാം. ഇനി ജെനറ്റിക് മെറ്റീരിയലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. അതിന്റെ പേരാണ് ക്യാപ്സിഡ്. ഓക്കെ, ക്യാപ്സിഡ് എന്ന് പറയുന്ന പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. ഇനി ഈ ക്യാപ്സിഡ് എന്ന് പറയുന്ന കോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്ന സിംഗിൾ യൂണിറ്റുകൾ കൊണ്ടാണ്. എന്താണ്? ക്യാപ്സോമിയേഴ്സ്. ഓക്കെ, അപ്പോ DNA അല്ലെങ്കിൽ RNA ആയിരിക്കും ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ ഇത് എങ്ങനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്? ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇത് ഇൻഫെക്ട് ചെയ്യും, കടന്നുകൂടും, എൻ്റർ ചെയ്യും. എന്നിട്ട് ആ സെല്ലിലെ ന്യൂക്ലിയസിനുള്ളിലേക്ക് വരും. ആ DNA ഒക്കെ എന്ത് ചെയ്യും? ഇതിന്റെ കൺട്രോളിലാക്കും. സെല്ലിനുള്ളിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. ആ സെല്ലിന്റെ കംപ്ലീറ്റ് മെക്കാനിസവും ആരുടെ കൺട്രോളിലാക്കും? ഈ വൈറസിന്റെ കൺട്രോളിലാക്കും. ക്രമേണ ആ സെല്ലിനെ നശിപ്പിക്കും. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിവിങ് സെല്ലിനുള്ളിൽ കടന്നുകൂടുമ്പോൾ മാത്രമാണ് ഇത് ലിവിങ് ആയിട്ടുള്ളത്. പുറത്ത്, ലിവിങ് സെല്ലിന് പുറത്ത് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? നോൺ ലിവിങ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ വൈറസുകളെ കുറിച്ചുള്ള ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. അത് വൈറസുകളെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? വൈറസുകളുമായിട്ട് അവരുടെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 സയന്റിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? വൈറൽ ഡിസീസ്, അല്ലെ? ഡിസീസിന്റെ സിംറ്റംസ് പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇപ്പോൾ വൈറസുകളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അതൊക്കെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് എല്ലാം നന്നായിട്ട് പഠിച്ചു പോവുക. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് 29ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ ആപ്ലിക്കബിൾ ടു ബാക്ടീരിയോഫേജസ്? ബാക്ടീരിയോഫേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, 29ാമത്തെ ചോദ്യം. ദേ ആർ ബാക്ടീരിയൽ വൈറസസ്. അവര് ബാക്ടീരിയൽ വൈറസസ് ആണ്, അല്ലേ? ആണ്. വൈറസുകൾ ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, അതായത് വൈറസുകൾ അറ്റാക്ക് ചെയ്താൽ, വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്തിട്ടുള്ള വൈറസുകളെ വിളിക്കുന്ന പേരാണെന്ത്? ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ ബാക്ടീരിയൽ വൈറസസ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആസ് ജെനറ്റിക് മെറ്റീരിയൽ. അതും കറക്റ്റ് ആണ്. ഓക്കെ,
അടുത്ത എന്താണ്? ദ പ്രോട്ടീൻ കോട്ട് ഈസ് കാൾഡ് ക്യാപ്സിഡ്. അതും കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദീസ്. എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ഓൾ ഓഫ് ദീസ് എന്ന ഓപ്ഷൻ ആണ് അതിൻ്റെ അത് കറക്റ്റ്. എല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ്, അത് 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് 30ാമത്തെ ചോദ്യം. നെയിം ദ വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. എന്താ ഇപ്പൊ പറഞ്ഞു? എന്താണ്? ബാക്ടീരിയോഫേജ്. നെക്സ്റ്റ് 31ാമത്തെ ചോദ്യം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഗിവൺ ചോയ്സ്. സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് വായിക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെഥനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസ്. റുമിനന്റ് ആനിമൽസിന്റെ ഗട്ടിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് മെഥനോജൻസ്. ആണല്ലോ? ആണ്, നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. മൈക്കോപ്ലാസ്മ ഹാസ് ഡിസ്റ്റിങ്ക്ട് സെൽ വാൾ. മൈക്കോപ്ലാസ്മയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. ഉണ്ടോ? ഇല്ല. കിങ്ഡം മൊനീറയിൽ തന്നെ വരുന്ന ഒരു ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അവർക്ക് കറക്റ്റ് ആയിട്ട് എന്തില്ല? ഒരു സെൽ വാൾ ഇല്ല. ഏറ്റവും സ്മാളസ്റ്റ് ലിവിങ് ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ. ഓക്കെ, പതോജനിക് ആണ്. പിന്നെ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്, PPLO എന്നൊക്കെ അറിയപ്പെടുന്നു. പിന്നെ എന്താ പറഞ്ഞത്? അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൈക്കോപ്ലാസ്മയ്ക്ക് ഡിസ്റ്റിങ്ക്ട് സെൽ വാൾ ഇല്ല. അടുത്ത എന്താണ്? വൈറോയിഡ്സ് ആർ ഇൻഫെക്ഷ്യസ് നേക്കഡ് DNA മോളിക്യൂള്. വൈറോയിഡ്സ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആണ്. ആണോ? രോഗം പരത്തുന്നതാണ്. ആണോ? ആണ്. അത് ശരിയാണ്. അതുപോലെ തന്നെ നേക്കഡ് ആണ്. നേക്കഡ് ആണോ? ആണ്. പക്ഷേ DNA മോളിക്യൂൾ ആണോ? അല്ല, RNA ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, വൈറോയിഡ്സ് ആർ ഇൻഫെക്ഷ്യസ് നേക്കഡ് RNA മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വൈറോയിഡ്സ് ആർ സ്മാളർ ദാൻ വൈറസസ്. വൈറസുകളെക്കാളും സ്മാളർ ആയിട്ടുള്ളവരാണ് ആരെന്ന് പറയുന്നത്? വൈറോയിഡ്സ് എന്ന് പറയുന്നത്. അവർക്ക് പ്രോട്ടീൻ കോട്ട് ഒന്നുമില്ല വൈറസുകളെ പോലെ. പിന്നെ ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ ഈസ് കാൾഡ് ഫൈക്കോബയോണ്ട്. ഒരു ലൈക്കനിലെ ആൽഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. ശരിയല്ലേ? ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേതും അതുപോലെ തന്നെ അവസാനത്തതുമാണ്. ഏതൊക്കെയാണ്? മെഥനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസ്. അതുപോലെ തന്നെ ആൽഗൽ കമ്പോണന്റ്സ് ഓഫ് ലൈക്കൻ ഈസ് ഫൈക്കോബയോണ്ട്. ഓക്കെ, നെക്സ്റ്റ് 32ാമത്തെ ചോദ്യം. വൈറസസ് ആർ കാൾഡ് ബയോളജിക്കൽ പസിൽ. കമന്റ് ചെയ്യാനാണ്. വൈറസുകളെ ബയോളജിക്കൽ പസിൽ എന്നറിയപ്പെടുന്നു. അത് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്? എന്തുകൊണ്ടായിരിക്കും? പസിൽ എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് അല്ലേ? ഇവിടെ വൈറസുകളെ ബയോളജിക്കൽ പസിൽ എന്ന് വിളിക്കാൻ കാരണം വൈറസുകൾ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ RS വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്ത ഒരു വിഭാഗം ജീവികളാണ് വൈറസുകൾ. കാരണം എന്താണ്? അവർ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സും അവർക്കുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഘടകത്തിന്റെ ക്യാരക്ടേഴ്സും അതിനുണ്ട്. ഓക്കെ, നോൺ ലിവിങ് ക്യാരക്ടേഴ്സും അതിനുണ്ട്. ശ്രദ്ധിച്ചേ, എന്തൊക്കെയായിരിക്കാം വൈറസുകളുടെ ലിവിങ് ക്യാരക്ടേഴ്സ്? വൈറസുകൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. വൈറസുകളുടെ ലിവിങ് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. വൈറസുകൾ ലിവിങ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ദേ ക്യാൻ റീപ്രൊഡ്യൂസ്. അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നിലധികമായിട്ട് മാറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലിവിങ് ഓർഗാനിസങ്ങളുടെ ഒരു പ്രത്യേകതയാണ് റീപ്രൊഡക്ഷനുള്ള കഴിവ്. ഓക്കെ, അടുത്തത് കോസ് ഡിസീസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? കോസ് ഡിസീസ്, രോഗം പരത്തുന്നുണ്ട്. രോഗം പരത്തണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു ലിവിങ് ഓർഗാനിസം ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ കാരണങ്ങൾ നോക്കിയാൽ വൈറസുകൾ എന്താണ്? ലിവിങ് ആണ്. എന്നാൽ ഇത് എപ്പോഴാണ്? ഒരു ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ വരുമ്പോൾ. എന്നാൽ നോൺ ലിവിങ് ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്. നോൺ ലിവിങ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? വൈറസുകളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ്. വൈറസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ്. എന്താക്കി മാറ്റാം? ക്രിസ്റ്റൽസ് പോലെ ആക്കാം. കെമിക്കൽസ് ഒക്കെ പോലെ ക്രിസ്റ്റൽസ് ആക്കി മാറ്റാൻ സാധിക്കും. അത് ഒരു നോൺ ലിവിങ് ക്യാരക്ടർ ആണ്. ഓക്കെ, ഒരിക്കലും ഒരു ലിവിങ് ഓർഗാനിസത്തെ നമുക്ക് ക്രിസ്റ്റൽസ് ആക്കാൻ പറ്റില്ല.
അത് വൈറസുകളുടെ എന്താണ്? ഒരു നോൺ ലിവിങ് ക്യാരക്ടർ ആണ്. കൂടാതെ ദേ ഹാവ് നോ സെല്ലുലാർ സ്ട്രക്ചർ. എന്തില്ല? നോ സെല്ലുലാർ സ്ട്രക്ചർ. വൈറസുകൾക്ക് എന്തില്ല? സെല്ലുലാർ സ്ട്രക്ചർ ഒന്നും തന്നെ ഇല്ല. അതായത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സെല്ലോ സെൽ ഓർഗനൽസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അവരെന്തല്ല? നോൺ ലിവിങ് അല്ല. അപ്പോൾ ലിവിങ് ക്യാരക്ടേഴ്സും ഉണ്ട്, നോൺ ലിവിങ് ക്യാരക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് വൈറസുകളെ എന്തെന്ന് പറയുന്നത്? ബയോളജിക്കൽ പസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ ലാസ്റ്റ് അല്ല, വൈറസുകളിലെ ലാസ്റ്റ് ചോദ്യം. അവസാനം 33ാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. ലൈക്കൻസ് ആർ ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ വിത്ത് ഫഞ്ചൈ. ആൽഗയും ഫഞ്ചയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ലൈക്കൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് സിംബയോസിസ്? എന്താണ് സിംബയോസിസ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ അസോസിയേഷൻ ഓഫ് 2 ഓർഗാനിസംസ്. 2 ഓർഗാനിസങ്ങൾ തമ്മിലുള്ള അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സിംബയോസിസ്. ഇൻ വിച്ച് ബോത്ത് ആർ ബെനിഫിറ്റഡ്. രണ്ടുപേർക്കും എന്ത് കിട്ടുന്നുണ്ട്? ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് സിംബയോട്ടിക് അസോസിയേഷൻ. ഓക്കെ, ഇനി സ്റ്റേറ്റ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻ. ലൈക്കനുകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്കൻസ് എന്തിനൊക്കെ സഹായിക്കും? ദേ ആർ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ലൈക്കനുകൾ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നന്നായിട്ട് എന്താ പൊല്യൂഷൻ ഉള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ സാധിക്കും ലൈക്കനുകളുടെ സഹായത്തോടു കൂടി. നെക്സ്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് പെർഫ്യൂം ആൻഡ് എസെൻഷ്യൽ ഓയിൽസ്. പെർഫ്യൂമിന്റെയും എസെൻഷ്യൽ ഓയിൽസിന്റെയും ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതെല്ലാം ലൈക്കൻസിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് പെർഫ്യൂം ആൻഡ് എസെൻഷ്യൽ ഓയിൽ, അതുപോലെ തന്നെ എന്താണ്? ലിറ്റ്മസ് പേപ്പർ. ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഫീച്ചേഴ്സ്. ഞാൻ ആ ബോർഡിൽ എഴുതിയിട്ട് തന്ന കാര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. രണ്ടാമത് പഠിക്കേണ്ടത് കിങ്ഡം ഫഞ്ചയുടെ ജനറൽ ക്യാരക്ടേഴ്സ്. അതും ഞാൻ ബോർഡിൽ എഴുതി, റീപ്രൊഡക്ഷൻ സഹിതം ബോർഡിൽ എഴുതി തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ ഈ പറഞ്ഞ ഫംഗസിന്റെ അസോസിയേഷൻ ഇല്ലേ, ലൈക്കനുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മൈക്കോറൈസ നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3ാമത്തെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. വൈറസുകളെ കുറിച്ച് നമ്മൾ ബോർഡിൽ എഴുതി തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചു. വൈറസുകളുമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനും എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ആ 3 ഏരിയയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്. ആ 3 ഫോക്കസ് ഏരിയയിലെ കാര്യങ്ങളെല്ലാം ഞാൻ ബോർഡിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോക്കസ് ഏരിയയിൽ വരാത്ത പോർഷൻസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. അവിടുത്തെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. നമുക്ക് പാസ് മാർക്ക് അല്ല വേണ്ടത്, അതുപോലെ തന്നെ A+ അല്ല വേണ്ടത്, ഫുൾ മാർക്കാണ് വേണ്ടത്. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. അടുത്ത ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. താങ്ക്